പ്രകൃതി നശീകരണം ശീലമാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ പ്രവണത ഇങ്ങനെ തുടർന്നാൽ ആരോഗ്യകരമായി ജീവിക്കാൻ വരും തലമുറകൾ എങ്ങോട്ട് പോകും എന്ന ആശങ്കയാണ് ഈ കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. നാം എങ്ങോട്ട് എന്ന കവിതയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നാം എങ്ങോട്ട്? ഒരു മരം വെട്ടേറ്റു വീഴുമ്പോഴും കിളികൾ തൻ മക്കൾക്കായി കേഴുമ്പോഴും കാലികൾ തണലിനായി അലയുമ്പോഴും കുടിനീരിനായി നമ്മൾ വലയുമ്പോഴും പുഴകൾ ഒന്നൊന്നായി വരളുമ്പോഴും കാലങ്ങളായി പുഴകൾ കേഴുമ്പോഴും ഇരുകരകളും ചുടല പോൽ മാറുമ്പോഴും വിഷമാലിന്യം നിത്യവും തള്ളുമ്പോഴും ജലജീവികൾ പ്രാണൻ വെടിയുമ്പോഴും നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? മലകളൊന്നൊന്നായി തകർക്കുമ്പോഴും വയലുകൾ ഒന്നൊന്നായി നികത്തുമ്പോഴും നീർത്തടമൊന്നൊന്നായി തൂർക്കുമ്പോഴും വിഷവായു വിണ്ണിലേക്കുയരുമ്പോഴും കുടിനീരു വിഷമായി മാറുമ്പോഴും നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? വഴിയോരവും ഇന്നു തെരുവോരവും പുഴയോരവും പിന്നെ കടലോരവും കയ്യേറി സ്വന്തമായി മാറ്റുമ്പോഴും ഭരണകൂടങ്ങൾ ഒത്താശ ചെയ്യുമ്പോഴും അധികാരി കയ്യൊപ്പു ചാർത്തുമ്പോഴും നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? സത്യവും ധർമ്മവും മറയുമ്പോഴും കരുണയും സ്നേഹവും വെടിയുമ്പോഴും നിന്നിലാസുരഭാവമുണരുമ്പോഴും സ്വാർത്ഥതയുള്ളിൽ നിറയുമ്പോഴും നീ നിന്റെ മക്കളെ പോലും മറക്കുമ്പോഴും നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? നിന്നിൽ തെളിയാത്തതെന്തേ പ്രകൃതി സ്നേഹം? അജ്ഞാനി പോൽ വൃത്തി ചെയ്യുമ്പോഴും ചുറ്റിലും നാശം വിതയ്ക്കുമ്പോഴും ജ്ഞാനിയാണെന്നോരഹന്ത മാത്രം നിന്നിലേറുന്നു നിത്യം ദുരന്തമേകാൻ. പ്രകൃതി വൈവിധ്യം നശിച്ചിടുമ്പോൾ തെല്ലുമേ വൈഷമ്യമില്ലേ നിന്നിൽ? ആസുരഭാവമുണർന്ന നിന്നിൽ തെല്ലുമാനുഷഭാവവും ബാക്കിയില്ലേ? നാളെക്കുറിച്ചൽപ്പമോർത്തിടാത്ത സ്വാർത്ഥത തീർത്ത തടവറയിൽ ജീവച്ഛവം പോലെയായി നമ്മൾ പ്രത്യയശാസ്ത്രച്ചതിക്കുഴിയിൽ വീണു കിടക്കുന്നു മൂകരായി നാം. എങ്ങോട്ടെന്നറിയാതെ നമ്മളെല്ലാം പായ്ക്കപ്പൽ പോൽ നീങ്ങുന്നു നാലുപാടും. മാനുഷനെന്നുള്ള നാമധേയം പോലും തെല്ലുഭൂഷണമല്ലെന്നു തോന്നിടുന്നു. ശ്രേഷ്ഠമായുള്ള
മനുഷ്യജന്മം വ്യർത്ഥമായി വന്നു ഭവിക്കയാകാം കഷ്ടം വ്യർത്ഥമായി വന്നു ഭവിക്കയാകാം.